ഹായ് ഓൾ, ഇന്ന് ഞാനും കാശിക്കുട്ടും കൂടെ ജെറിക്കുട്ടൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ആരാണ് ഈ ജെറിക്കുട്ടൻ എന്നല്ലേ? ജെറിക്കുട്ടൻ എന്ന് പറയുന്നത് കാശിക്കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കാശിക്കുട്ടന് ക്രീം തേക്കണം, മുടി ചീവണം, അങ്ങനെ എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവനിട്ട് കൊടുക്കുമ്പോൾ എൻ്റെ മുഖത്ത് ഇട്ട് തരണം അവന്. ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. എനിക്കിന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ കാശിക്കുട്ടനും ഞാനും കൂടി അവിടേക്ക് പോകാമെന്ന് കരുതി. അനൂപേട്ടനാണെങ്കിൽ രാവിലെ തന്നെ ഡ്യൂട്ടിക്കും പോയി. അങ്ങനെ അതേ മുടി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ അവൻ്റെ അഭ്യാസം ഉണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്നായി. പിന്നെ ഞാൻ ജീപ്പ് അങ്ങ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇതാ ഇറങ്ങാനായി. എവിടെ പോന്ന്? ജെറിക്കുട്ടൻ്റെ അടുത്ത് പോവാ? ഓക്കെ പറഞ്ഞേ, ഒന്ന് ഓക്കെ കാണിക്ക്. കാശിക്കൊണ്ട് പിന്നെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ വേണം. പക്ഷെ ഞങ്ങളിന്ന് ബസ്സിലാണ് പോകുന്നത്. പക്ഷെ അത് അവനറിയില്ലല്ലോ. ഞാൻ ബസ്സിന് പോകാറുണ്ടെങ്കിൽ അവനിത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ അവനും കൂടി ഒറ്റയ്ക്ക് ബസ്സിന് ഇതുവരെ പോയിട്ടില്ല. ഡോറടിച്ച് നമ്മൾ എപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും അവനത് ക്ലോസ് ചെയ്യണം. അതുകൊണ്ട് അവന് ചാവിട്ട് ജസ്റ്റ് ഒന്ന് തിരിക്കുന്ന പോലെ കാണിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അവൻ ഹാപ്പിയായി. അവൻ ആ ചാവിയും കൊണ്ട് നടക്കുകയാണ്. ലിഫ്റ്റിലാണെങ്കിലും കയറുമ്പോൾ അവൻ ആദ്യം പ്രസ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ ചാവി കയ്യിലുള്ളതുകൊണ്ട് തന്നെ ആളധികം വാശി പിടിച്ചില്ല. പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകാമെന്നുള്ളത് ആശാന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ അധികം വാശിയൊന്നും പിടിച്ചില്ല. എൻ്റെ കൂടെ വന്നു. കയ്യിൽ ഇതാ ബസ് കാർഡും കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ആയപ്പം നല്ല ഉഷാറോടെ നടക്കുന്നുണ്ട്. ലിഫ്റ്റ് ഇറങ്ങി പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആശാൻ ആദ്യം പോകേണ്ടത് പാർക്കിങ്ങിലേക്കാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു വാശി ഉണ്ടാവും എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഒരു വിധത്തിൽ സോപ്പിട്ട് ഞാൻ അവനെ എടുത്ത് ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ വണ്ടികൾ വരുന്നത് നോക്കി അവനിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ വന്ന് അതിൽ കയറി. കാശിക്കുട്ടൻ ഇങ്ങനെ ഓരോ കാഴ്ചയും കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മളങ്ങനെ അവിടുന്ന് ബസ് ഇറങ്ങി നടക്കുകയാണ്. കുറച്ച് നടന്ന് പോകാനുണ്ട്. അപ്പോൾ ബസ്സിനോട് ടാറ്റ ബൈയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഓരോ കഥയും പറഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ. കാശിക്കുട്ടനോട് ഞാനിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അവൻ അതിനൊക്കെ മൂളി തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ കഥയും പറഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. അവരുടെ ഫ്ലാറ്റിലെത്തി. അവിടെ ഫ്ലാറ്റിനുള്ളിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി സൈക്കിളുണ്ട്. കാശിക്കുട്ടൻ അതൊക്കെ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്. അമ്മ അതാന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ബാക്കിൽ കൂടെ ഉണ്ട് ജെറിക്കുട്ടൻ വരുന്നത്. അവനിങ്ങനെ വിളിക്കുന്നുണ്ട്, കാശി കാശി വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ബാക്കോട്ട് നോക്കിയത്. അതാ വരുന്നത്, ഇതാണ് ജെറിക്കുട്ടൻ. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന് കുറച്ച് നേരം അവൻ്റെ അടുത്ത് മാറി നിന്നു. അവൻ ടാറ്റയും ഉമ്മയൊക്കെ തന്നെ എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ ബൈ.